എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ റിലേഷനും ഫംഗ്ഷനും മെട്രിക്സിനേക്കാൾ എൻ്റർലി ഡിഫറെൻ്റ് ആയ ഒരു യൂണിറ്റ് ആണ്. പക്ഷേ ഈ യൂണിറ്റ് നമുക്ക് പരിചയമുണ്ട്. ഫസ്റ്റ് ഇയർ പഠിച്ച യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റിലേഷൻ, ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നു. ക്രോസ് പ്രോഡക്റ്റിൽ എ ക്രോസ് ബി എടുക്കുന്നു. എ നിന്ന് ബിയിലോട്ട് നമ്മൾ ക്രോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ എ നിന്ന് ബിയിലോട്ടുള്ള എ ക്രോസ് ബി നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളാണ്, എ ക്രോസ് ബിയുടെ ചെറിയ സെറ്റുകളാണ് റിലേഷൻ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റാണ് നമുക്ക് നൾ സെറ്റ് എന്ന് പറഞ്ഞു. നൾ സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ നൾ സെറ്റിനെ നമുക്ക് വിളിക്കാം, അതൊരു സബ്സെറ്റാണ്. ആ സബ്സെറ്റിനെ നമുക്ക് വിളിക്കാം എംപ്റ്റി റിലേഷൻ. ഇനി ഏതൊരു സെറ്റും ആ സെറ്റിൻ്റെ സബ്സെറ്റാണ്. അങ്ങനെ ആ ഹോൾ സെറ്റിനെ വിളിക്കാം, അതും ഒരു റിലേഷനാണ്. ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സ് റിലേഷൻ. അപ്പോൾ എ ക്രോസ് എ, എയിലോട്ട് തന്നെയെങ്കിൽ എ റിലേഷൻ ഓൺ എ സെറ്റ്, എ റിലേഷൻ ഓൺ എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ സെറ്റ് എ, അതിനെ വിളിക്കും എ ക്രോസ് എ. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റുകൾ, എ ക്രോസ് എയുടെ സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ ആ എ ക്രോസ് എയും അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ എ ക്രോസ് എയെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ, അല്ലെങ്കിൽ എ ക്രോസ് ബിയെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. നൾസ് എംപ്റ്റി റിലേഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് വിളിക്കാം, അതിനെ വിളിക്കുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ. ഓക്കെ. പിന്നീട് നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷനിൽ ഈ രണ്ട് റിലേഷന് ശേഷം നമ്മൾ പഠിച്ചു റിഫ്ലെക്സീവ്, അതുപോലെ ട്രാൻസിറ്റീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ റിലേഷൻ കണ്ടെത്തിയതിനു ശേഷം, ഒരു റിലേഷൻ എഴുതിയതിനു ശേഷം ആ റിലേഷന്റെ ആദ്യ കമ്പണന്റുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഡൊമൈൻ ഓഫ് ആർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡൊമൈൻ ഓഫ് ആർ, ഡൊമൈൻ ഓഫ് ആർ അല്ലെ, ഡൊമൈൻ ഓഫ് ആർ, ഡൊമൈൻ ഓഫ് ആർ. ഡൊമൈൻ ഓഫ് ആർ എന്ന് പറയാൻ നമുക്കറിയാം ഫസ്റ്റ് സെറ്റിന്റെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കമ്പണന്റ് സെറ്റ് such that ordered where x belongs to capital. ഇത് റിലേഷന്റെ മെമ്പറാണ്, ഇത് അതിന്റെ മെമ്പറാണ് എന്നുള്ളതാണ്. ആ റിലേഷന്റെ മെമ്പറാണ് എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ എക്സ് എലമെന്റ്സുകളുടെ ആ ഫസ്റ്റ് കമ്പണന്റിന്റെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. റേഞ്ച് നമുക്കറിയാം, റേഞ്ച് ഓഫ് ആർ, റേഞ്ച് ഓഫ് ആർ ശരിയല്ലേ, റേഞ്ച് ഓഫ് ആർ അല്ലേ, റേഞ്ച് ഓഫ് ആർ റിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് y ആയിരിക്കും, ശരിയല്ലേ. സെക്കൻഡ് കമ്പണന്റുകളുടെ സെറ്റ്, ദാറ്റ് മീൻസ് എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ, ശരിയല്ലേ. എന്നിട്ട് നമ്മൾ കോഡൊമൈൻ പറഞ്ഞു സെക്കൻഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ്, എ നിന്ന് ബിയിലോട്ട് വരുമ്പോൾ ആ ബിയെ വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. ചില കേസുകളിൽ കോഡൊമൈൻ റേഞ്ച് ആണ്, എല്ലായ്പ്പോഴും റേഞ്ച് കോഡൊമൈൻ ആവണം എന്നില്ല. അപ്പം ഡൊമൈനായ റേഞ്ച് ആയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എ ക്രോസ് ബി പറഞ്ഞു. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളാണ് എന്ത് റിലേഷൻസ്. അപ്പോൾ n ഓഫ് എ ക്രോസ് ബി നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് n ഓഫ് എ ഇൻടു n ഓഫ് ബി, then നമ്പർ ഓഫ് എയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം, ഇത് ബിയിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ സബ്സെറ്റ്സുകളുടെ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടോ ആ സബ്സെറ്റ്സുകൾ, ഇപ്പോൾ എ സമ സെറ്റ് 1 2, ബി സമ സെറ്റ് 3, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എ ക്രോസ് ബി കണ്ടെത്താം. എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം 1 3 2 3, ശരി, 1 3 2 3. അപ്പോൾ 1 2 3 2 3. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ്സ് ഇത് ഒരെണ്ണം തന്നെ ഒരു സബ്സെറ്റാണ്, ഇത് തന്നെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് സബ്സെറ്റ്സ് എഴുതാം. സബ്സെറ്റ്സ് സെറ്റ് ordered where 1 3, ordered where 2 3, ordered where 1 3 2 3. ഇനി നൾ സെറ്റ്, ഇതെല്ലാം ഇതിന്റെ റിലേഷൻസ് ആണ്, ഇതിന്റെ സബ്സെറ്റുകളാണ്. ഇതാണ് റിലേഷൻ. എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സുകളാണ് റിലേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ റിലേഷൻ കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ റിലേഷൻസ് വന്നു 1 2 3 4 ഇങ്ങനെ എണ്ണി പറക്കുന്നതിന് പകരം നമുക്ക് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് റിലേഷൻസ് പറഞ്ഞാൽ 2 raised to n of a cross b എന്ന് പറഞ്ഞാൽ n of a into n of b. ഇവിടെ n of a 2 ആണ്, n of b 1 ആണ്. അപ്പോൾ 2 into 1 is 2, 2 square, that means 4.
അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി ഇത് തന്നെ ഇതിന്റെ ഒരു സബ്സെറ്റ് ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഹോൾ സെറ്റ് ആണ്. ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഇതൊരു സബ്സെറ്റ്സ് ആയതുകൊണ്ട് റിലേഷൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. ഇത് എംപ്റ്റി റിലേഷൻ ആണ്. ഈ എംപ്റ്റി സെറ്റ് ആണ്. ഈ എംപ്റ്റി റിലേഷൻ വിളിക്കുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഓർമ്മയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് റിലേഷൻസ് പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് റിഫ്ലക്സീവ് ആണ്. ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഓർഡേർഡ് പെയർ എയുമായി ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. എയുമായി തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. എയുമായിട്ട് ഒരു എലമെന്റ് ആ എലമെന്റുമായിട്ട് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ഏതൊരു സെറ്റ് ഉണ്ട് ആ സെറ്റിലെ എലമെന്റ് ആണ് എ. അങ്ങനെ എയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഫോർ എവരി എലമെന്റ് ഓഫ് എ എല്ലാ എലമെന്റുകളെയും അങ്ങനെ റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ നമുക്ക് പറയാം റിഫ്ലക്സീവ് ആണെന്ന് പറയാം. റിഫ്ലക്സീവ്. ഇതിന്റെ അർത്ഥം എ ഈസ് റിലേറ്റഡ് ടു എ. എ ഈസ് റിലേറ്റഡ് ടു എ. എയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ എ സമം 1 2 3 ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ട് ഇതിനെ ബേസ് ചെയ്ത് റിലേഷൻ എഴുതുന്നു. R1 അപ്പോൾ 1 1 1 2 1 3 അടുത്ത 2 2 അടുത്ത 3 3 ഇങ്ങനെ എഴുതി. മറ്റൊരു റിലേഷൻ എഴുതുന്നു. R2 എന്ന റിലേഷൻ എഴുതുന്നു. 1 2 2 2 3 3 വേറെ റിലേഷൻ എഴുതുന്നു. സെറ്റ് 1 1 2 2 3 3 ഇങ്ങനെ. അപ്പോൾ ഇതിന്റെ റിലേഷൻസ് ആണ് മൂന്ന് റിലേഷൻസ് നമ്മൾ എഴുതി വെച്ചു. ഈ ഫസ്റ്റ് റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ അതിലുള്ള എലമെന്റ് എയിലുള്ള എലമെന്റുകൾ 1 2 3 ആണ്. അപ്പോൾ ഈ 1 2 3 ആണ് ഈ എയിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എ ഈസ് റിലേറ്റഡ് ടു എ. എയുമായിട്ട് തന്നെ ബന്ധപ്പെടണം. ഫോർ എവരി എ വളരെ ഇമ്പോർട്ടന്റ്. ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ എ 1 ആണെങ്കിൽ 1 റിഫ്ലക്ട് 1 2 റിഫ്ലക്ട് 2 3 റിഫ്ലക്ട് 3 ഇത് മൂന്നും മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അതായത് 1 റിഫ്ലക്ട് 1 ഇതോടെ ഉണ്ടായെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. അവിടെ 2 റിഫ്ലക്ട് 2 3 റിഫ്ലക്ട് 3 അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. അതേസമയം രണ്ടാമത്തെ റിലേഷൻ എടുക്കുമ്പോൾ 1 റിഫ്ലക്ട് 2 അതുകൊണ്ട് 2 റിഫ്ലക്ട് 2 ഉണ്ട് 3 റിഫ്ലക്ട് 3 ഉണ്ട്. പക്ഷേ 1 റിഫ്ലക്ട് 1 ഇല്ല. അതുകൊണ്ട് ഇത് റിഫ്ലക്സീവ് അല്ല. ഇതാണ് 1 റിഫ്ലക്ട് 1 2 റിഫ്ലക്ട് 2 3 റിഫ്ലക്ട് 3 ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. പിന്നെ ബാക്കിയുള്ള എലമെന്റ്സ് ഒന്നുമില്ല. അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നുമില്ല. പക്ഷെ ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇത് എന്താണ് റിഫ്ലക്സീവ് ആയി. ഈ റിലേഷൻ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഐഡന്റിറ്റി റിലേഷൻ. എന്ത് റിലേഷൻ? ഐഡന്റിറ്റി റിലേഷൻ. 1നെ 1മായി റിഫ്ലക്ട് ചെയ്യുന്നു. 2നെ 2 അതേ എലമെന്റുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. അത് മാത്രം വരുന്നത്. ഇത് ഐഡന്റിറ്റി അല്ല. കാരണം വേറെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഐഡന്റിറ്റി റിലേഷൻ ആണ്. അപ്പോൾ ഐഡന്റിറ്റി റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. ഇത് റിഫ്ലക്സീവ് ആണ്. ഇത് റിഫ്ലക്സീവ് അല്ല. അപ്പോൾ ഇതിൽ എത്ര എലമെന്റ്സ് എന്ന് വെച്ചാൽ 1 2 3 4 5 എലമെന്റ്സ് ഉണ്ട്. ഇതിൽ എത്ര എലമെന്റ്സ് എന്ന് വെച്ചാൽ 1 2 3 എലമെന്റ്സ്. എയിൽ 3 എലമെന്റ്സ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന റിഫ്ലക്സീവ് എലമെന്റ്സുകളിൽ മിനിമം എത്ര എലമെന്റ്സ് ആണെന്ന് വെച്ചാൽ 3 എലമെന്റ്സ് ആണ്. 4 എലമെന്റ്സ് ആണെങ്കിൽ 4 എലമെന്റ്സ് ആണ് മിനിമം. 3 കൂടുതൽ വരാം. 3 കൂടുതൽ പറഞ്ഞു മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഏറ്റവും അതായത് റിഫ്ലക്സീവ് റിലേഷൻസ് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ആ റിഫ്ലക്സീവ് എലമെന്റ്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മെത്തേഡ് ഫോർമുല നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അത് കുറച്ചുകൂടി ഹൈ ലെവലിലാണ്. നമുക്ക് എൻട്രൻസിനൊക്കെ വേണ്ടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതൊന്നും വേണ്ട. നമ്മുടെ ടോപ്പിക്കിലും റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ഫോർ എവരി എ അതായത് എയിലുള്ള ഒരു എലമെന്റ് ഫോർ എവരി എ ഈസ് റിലേറ്റഡ് ടു എ എയുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 1 2 3 ഉണ്ടെങ്കിൽ 1നെ 1 റിഫ്ലക്ട് ചെയ്യണം, 2നെ 2 റിഫ്ലക്ട് ചെയ്യണം, 3നെ 3 റിഫ്ലക്ട് ചെയ്യണം. അത് മസ്റ്റാണ്. അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ അത് റിഫ്ലക്സീവ് ആവുള്ളൂ. നമുക്ക് പറയാം റിലേഷൻ capital in a set capital is said to be reflexive if ordered by a comma a belongs to capital. For every a belongs to a. For every a belongs to capital. Capital means set. That is reflexive. Ideal of. രണ്ടാമത്തെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നൾ സെറ്റ് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ നൾ സെറ്റിലെ എന്ന് പറയുമ്പോൾ നൾ സെറ്റ് എലമെന്റ്സ് ഒന്നുമില്ല. എലമെന്റ്സുകൾ ആ എലമെന്റുകളുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം. അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ എലമെന്റ്സുകൾ ഒന്നുമില്ല. അവിടെ റിഫ്ലക്ഷൻ ഇല്ല. അപ്പോൾ അതിനർത്ഥം റിഫ്ലക്ഷൻ ഇല്ല മീൻസ് അവിടെ എലമെന്റ്സുകൾ ഒന്നുമില്ല. കാര്യം ഏത് എലമെന്റ്സുകൾ ആ എലമെന്റുകളുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം എങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ. പക്ഷേ ഇവിടെ ഇല്ല. നോ എലമെന്റ്സ് ഇൻ നൾ സെറ്റ്. സോ നൾ സെറ്റ് ഇസ് നോട്ട് എ
റിഫ്ലക്സീവ്. കൺസെപ്റ്റ് എന്തല്ല, റിഫ്ലക്സീവ് അല്ല. പക്ഷേ എന്ത് പറയാൻ കാര്യം എന്താണ്, 8 എലമെന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും 1 ഉം 2 ഉം ആണെങ്കിൽ 1 ന് 1 ആയിട്ടും 2 ന് 2 ആയിട്ടും റിഫ്ലക്ട് ചെയ്യണം. 1 ന് 1 ആയിട്ടും 2 ന് 2 ആയിട്ടും റിഫ്ലക്ട് ചെയ്യണം. 1 ന് 2 3 ഉണ്ടെങ്കിൽ 1 ന് 1 ആയിട്ടും 2 ന് 2 ആയിട്ടും 3 ന് 3 ആയിട്ടും റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ സെറ്റിൽ ഉണ്ടാവണം. മീൻസ് റിലേഷൻ ഉണ്ടാവണം. ഇനി 1 ന് 2 3 4 ആണെങ്കിൽ 1 ന് 1 ആയി 2 ന് 2 ആയി 3 ന് 3 ആയി 4 ന് 4 ആയി റിഫ്ലക്ട് ചെയ്യുന്ന ആ 4 കാര്യങ്ങളും ആ റിലേഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ empty relation is not reflexive. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഐഡന്റിറ്റി റിലേഷൻ, അത് റിഫ്ലക്സീവ് ആണ്. ഇനി യൂണിവേഴ്സൽ റിലേഷൻ, ഇത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. മൊത്തം എഴുതും നമ്മൾ എ ക്രോസ് യൂണിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ എ ക്രോസ് എ, പിന്നെ എ ക്രോസ് എന്തായാലും എ ക്രോസ് എ 1 1 1 2 1 3 2 1 2 2 യൂണിവേഴ്സൽ റിലേഷൻ നോക്കുന്നത് എഴുതികളെ യൂണിവേഴ്സൽ റിലേഷൻ എഴുതികളെ ഇത് വെച്ചുകൊണ്ടുള്ള യൂണിവേഴ്സൽ റിലേഷൻ, ഇത് വെച്ചുകൊണ്ടുള്ള യൂണിവേഴ്സൽ റിലേഷൻ നോക്കുന്നത് എഴുതികളെ എ ക്രോസ് എ. ശരിയല്ലേ? അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഇതാണ് ആ ഹോൾ സെറ്റ്. ഇത് ഇതിന്റെ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ഇത് റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് റിഫ്ലക്സീവ് ആണെന്ന് വെച്ചാൽ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ബാക്കിയുള്ള ഓർഡറിന്റെ പേര് ഉണ്ട് പോലും ഇല്ല പോലും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 3 ഉണ്ടോ എന്ന് മാത്രം ആദ്യം ചെക്ക് ചെയ്യുക. അത് 3 ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്. ബാക്കി ഉണ്ട് പോലും ഇല്ല പോലും. ഇനി ബാക്കിയുള്ള ഏതെങ്കിലും ഒന്ന് കട്ടായി പോയാലും നോ പ്രോബ്ലം. അതേസമയം ഈ പറയുന്ന ഈ 3 ഓർഡറിന്റെ പേരുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കട്ടായാൽ അത് റിഫ്ലക്സീവ് അല്ല. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ ഈസ് റിഫ്ലക്സീവ് റിലേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആണ്. എംപ്റ്റി റിലേഷൻ ഈസ് നോട്ട് എ റിഫ്ലക്സീവ്. ഐഡന്റിറ്റി റിലേഷൻ അറിയാലോ. ഐഡന്റിറ്റി റിലേഷൻ മീൻസ് അതാത് വരുന്നത് 1 1 2 2 3 3 മാത്രമേ. അത് ഐഡന്റിറ്റി റിലേഷൻ. ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ് അല്ലേ? അപ്പം മിനിമം അതായത് എലമെന്റ്സിന് റിഫ്ലക്സീവ് റിലേഷൻ മീൻസ് n ഓഫ് a എത്രയാണോ അത് തന്നെയായിരിക്കും ആ മിനിമം റിഫ്ലക്സീവ് റിലേഷൻ വരുന്നത്. ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷൻ വരുന്ന എലമെന്റ്സിന്റെ ആണ്. ഓക്കെ, അടുത്ത നമ്മൾ പറഞ്ഞത് സിമെട്രിക്കിനെ കുറിച്ചാണ്. സിമെട്രിക്കിനെ കുറിച്ച് പറയുമ്പോൾ നോക്കിയിരിക്കുക. ordered pair a comma b belongs to a, which implies ordered pair b comma a belongs to a. a നെ b യുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു എന്നിരിക്കട്ടെ. a നെ b യുമായി റിഫ്ലക്റ്റ് ചെയ്യിച്ചാൽ തിരിച്ച് b a യുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. പറഞ്ഞ സാർ, ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇതിന്റെ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് എ ബി ഉണ്ട്. എ ബി ഉണ്ടായാൽ ഉണ്ടാവണമെന്നില്ല. എ ബി ഉണ്ടെങ്കിൽ മതി ബി എ ബിയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ മതി ബി എയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, അത് സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം യൂണിവേഴ്സൽ റിലേഷൻ പിന്നെ സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ യൂണിവേഴ്സൽ റിലേഷൻ സിമെട്രിക് ആണ്. കാര്യം എ ക്രോസ് എ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും. ശരിയല്ലേ? അത് ഈ എംപ്റ്റി റിലേഷൻ റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ എംപ്റ്റിയിൽ ഒന്നുമില്ല. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ മതി മറ്റേന്റെ ആവശ്യം. എ ബി ഉണ്ടെങ്കിൽ മതി ബി എ ബി ഉണ്ടെങ്കിൽ മതി അല്ലേ? 4 ആണെന്ന് ഇത് ഉണ്ടെങ്കിൽ മതി. മറ്റേ 4 എവരിയാണ്, അത് മസ്റ്റായിട്ടും വേണം. അപ്പൊ നമുക്ക് എ ബി ഉണ്ടെങ്കിൽ മതി ബി എ, നിർബന്ധമില്ല. എ ബി ഉണ്ടെങ്കിൽ മതി ബി എ, നിർബന്ധമില്ല. അപ്പോ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ കുറിച്ചുള്ളൂ. സിമെട്രിക്കിന് ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സിമെട്രിക്കിന്റെ എക്സാമ്പിൾ ഇപ്പോൾ എസ് സമം സെറ്റ് 1 2 3 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 റിലേഷൻ പറയുന്നു R is equal to set 1 2 ക്ലാസ് പറഞ്ഞേ 2 1 1 1. ഇത് സിമെട്രിക് ആണോ എന്ന് വെച്ചാൽ 1 നെ 2 ആയിട്ട് 1 2 ഉണ്ട് 1 2 ഉണ്ടെങ്കിൽ 2 ഉണ്ട്. 1 നെ 2 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു.
അത് തിരിച്ച് 2-നെ 1-മായി റിഫ്ലക്ട് ചെയ്യണം. 1 to 1 ഇത് കൊണ്ടുപോലും ഇത് ഉണ്ടെങ്കിൽ മതി. ഇത് ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല. ഇനി 1-1-നെ തിരിച്ചിട്ടാലും 1-1 തന്നെ. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് ആണ്. മറ്റൊരു എക്സാമ്പിൾ R സമം സെറ്റ് 2 3 3 3 1 2 3 ആണ്. 2 3 2 3 ഇത് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ 2 3 ഉണ്ടെങ്കിൽ ആര് വേണം? ഉണ്ടെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഉണ്ടെങ്കിൽ 3 2 വേണം. അപ്പോൾ 2 3 ഉണ്ട്, പക്ഷെ എന്തില്ല? 3 2 ഇല്ല. പക്ഷേ 3 3 തിരിച്ചിട്ടാൽ 3 3 ആണ്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആണോ? ഇത് ഇല്ലെങ്കിൽ സിമെട്രിക് ആണ്. പക്ഷെ ഇത് ഉണ്ടായ സ്ഥിതിക്ക് എന്തും കൂടെ വേണമായിരുന്നു? 3 2 കൂടെ വേണമായിരുന്നു. ആ 3 2 ഇതിനകത്ത് ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് എന്തല്ല? സിമെട്രിക് അല്ല. ഇത് സിമെട്രിക് അല്ല. മനസ്സിലായോ? സിമെട്രിക് അല്ല. അടുത്തൊരെണ്ണം എഴുതിക്കോളൂ. R സമം സെറ്റ് 1 1 2 2 3 3 4 4 5 5 4 5. മറ്റൊന്ന് R സമം 1 1 2 2 3 3 4 4 4 5 5 5. ഇത് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ 1 1 മാത്രമാണെങ്കിൽ സിമെട്രിക് ആണ്. 1 1-നെ തിരിച്ചിട്ടാലും അതില്ല, 2 2-നെ തിരിച്ചിട്ടാലും അതില്ല, 3 3-നെ എ ബിനെ തിരിച്ചിടുമ്പോൾ ബി, 4 4-നെ തിരിച്ചിട്ടാലും അത് തന്നെ. അപ്പോൾ ഇതെല്ലാം സിമെട്രിക് സെക്ഷനിൽ വരുന്നതാണ്. 5 5-നെ തിരിച്ചിട്ടാലും അത് തന്നെ, അത് സിമെട്രിക്. പക്ഷേ 4 5-നെ തിരിച്ചിട്ടാൽ 5 4 വരണം. 5 4 ഈ സെറ്റിൽ ഇല്ല, റിലേഷൻ ഇല്ല. അതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല. നോട്ട് എ സിമെട്രിക്. ശരിക്കും പറഞ്ഞാൽ ഒരു റിലേഷനകത്ത് എ ബി ഉണ്ടെങ്കിൽ മതി ബി എ എന്ന് വിചാരിച്ചോണ്ട് സാധ്യമില്ല. അതിനെന്തില്ല? നിർബന്ധ ബുദ്ധിയില്ല. അതേസമയം റിഫ്ലക്സീവ് ആണെങ്കിൽ എയും ബിയും സിയും എയിൽ ഉണ്ടെങ്കിൽ എ വേണം, ബി ബി വേണം, സി സി വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ordered by an A, belongs to capital A. For every A belongs to capital A. എയിലുള്ള ഓരോ എലമെന്റിനും ഈ പേര് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതിലുണ്ടാവണം, ഹോൾഡ് ചെയ്യണം, അതിലുണ്ടാവണം, ഇൻവോൾവ് ചെയ്യണം. എങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ. അതേസമയം സിമെട്രിക് എന്ന് പറയുമ്പോൾ എ ബി ഉണ്ടെങ്കിൽ മതി. എ ബി ഇതിന്റെ ഒരു മെമ്പർ ആണെങ്കിൽ ബി എ മതി, ബി എ മെമ്പറാണ്. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് സാധ്യമില്ല. പറഞ്ഞ മനസ്സിലാവും. ഇത് രണ്ടും ഒഴിവാക്കിയെങ്കിൽ ഇത് മാത്രമേ ഉള്ളെങ്കിൽ ഇത് ഐഡന്റിറ്റി റിലേഷൻ ആണ്, ഇത് റിഫ്ലക്സീവ് ആണ്, ഒപ്പം ഇത് സിമെട്രിക്കുമാണ്. അപ്പോ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി നൾ സെറ്റ് എന്ന് പറയുന്ന സെറ്റിൽ ഒന്നുമില്ല, ആ സെറ്റിൽ ഒന്നുമില്ല, എലമെന്റ്സ് ഇല്ല. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ മതി അതിന്റെ തിരിച്ചുള്ളത്. ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിർബന്ധമില്ല. അത് ആൾറെഡി എന്ത് തന്നെയാണ്? സിമെട്രിക് ആണ്. പറഞ്ഞില്ല, സിമെട്രിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ മനസ്സിലാണ്. ഇന്നവൻ ഉണ്ടെങ്കിൽ മതി അവൻ തിരിച്ചിടുന്നത്. ഇന്നവൻ ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും എലമെന്റ്സ് ഇല്ലെങ്കിൽ എലമെന്റ്സ് ഒന്നും തിരിച്ചിടാനില്ല. അതുകൊണ്ട് അത് ആൾറെഡി എന്ത് തന്നെയാണ്? സിമെട്രിക് ആണ്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. അപ്പോൾ ഐഡന്റിറ്റി റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. അതുപോലെ എംപ്റ്റി റിലേഷൻ എന്താണ്? സിമെട്രിക് ആണ്. അതേസമയം എംപ്റ്റി റിലേഷൻ എന്തല്ല? റിഫ്ലക്സീവ് അല്ല. ഓക്കെ. അടുത്തത് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ordered by A, B belongs to capital R is relation. R ലുള്ള ഒരു മെമ്പർ ആണ് എ ബി, അതുപോലെ മറ്റൊരു മെമ്പർ ആണ് ബി സി. ഈ സാധനം തന്നെയാണ് ബി സി. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എനെ ബിയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, ബിനെ സിയുമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ മതി എനെ സിയുമായിട്ട്. എങ്കിൽ നമുക്ക് പറയാം റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഒന്നിനെ രണ്ടുമായി റിഫ്ലക്ട് ചെയ്യുന്നു, രണ്ടിനെ മൂന്നുമായി റിഫ്ലക്ട് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒന്നിനെ മൂന്നുമായി എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യണം. അതുകൊണ്ടാണ്. എങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവും. പക്ഷെ എന്ന് വെച്ചുകൊണ്ട് സിമെട്രിക്കിന്റെ അതേ കേസ് തന്നെ നമുക്ക് എന്തില്ല? നിർബന്ധമില്ല. ഇതും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായി? ഇത് മാത്രമേ ഉള്ളൂ, ഇതില്ല. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല.
ഇതുണ്ട്, പക്ഷെ ഇതില്ല. ഇതുണ്ടെങ്കിൽ ഇതുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആവശ്യകതയുള്ളൂ. അതാണ് കാര്യം. ട്രാൻസിറ്റീവ് A relation capital is said on a set capital. A relation capital on a set capital is said to be transitive. A transitive എന്ന് പറയുന്നത് if ordered pair A, B belongs to capital and ordered pair B, C belongs to capital, which implies ordered pair A, C belongs to capital. ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. ഇതും ഉണ്ടെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തില്ല, നിർബന്ധ ബുദ്ധിയില്ല. പറയാൻ മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ കൂടെ ഒരു കോമൺ എടുത്തിട്ട് ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ക്യാപിറ്റൽ. എയിലെ എലമെന്റ്സുകളാണ് എ ബി സി എന്നൊരു കുറിച്ചോളൂ. Universal relation bracket on a cross set is always universal relation is always transitive. Always transitive. അടുത്ത എംപ്റ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ എംപ്റ്റി റിലേഷന് എയും ബിയും സിയും ഉണ്ടെങ്കിൽ മതി എയും സിയുമായിട്ടുള്ള കണക്ഷൻ. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട, എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് ആൾറെഡി എന്ത് തന്നെയാണ്, പക്കയായിട്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ എംപ്റ്റി റിലേഷൻ ഫൈൻ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ സെറ്റ് 1 2 3 നമ്മൾ ഇതിന്റെ ഐഡന്റിറ്റി റിലേഷൻ എഴുതും. ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി റിലേഷൻ നമുക്കറിയാം 1 1 2 2 3 3. ഇതാണ് ഐഡന്റിറ്റി റിലേഷൻ അല്ലേ. ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ 1 1 ഉള്ളൂ. ഇപ്പോൾ 1 2 2 1 ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 1 1 കുറിച്ച് 1 1 ഉണ്ട്. അപ്പം ഇത് 1 1 മാത്രമേ ഉള്ളൂ. അതുപോലെ 2 2 മാത്രമേ ഉള്ളൂ, 3 3 മാത്രമേ ഉള്ളൂ. അപ്പം ഈ 1 2 2 1 ഉണ്ടെങ്കിൽ മാത്രം 1 1. അതുപോലെ 1 3 3 1 ഉണ്ടെങ്കിൽ മാത്രം 1 1. പറഞ്ഞു മനസ്സിലായി. അല്ലെങ്കിൽ 2 3 3 2 ഉണ്ടെങ്കിൽ മാത്രം 2 2. എനിക്ക് ചിന്തിച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഈ ഓരോന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന് നമ്മൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതില്ലെങ്കിൽ പോലും ഇതെന്ത് തന്നെയാണ്, ട്രാൻസിറ്റീവ് ആണ്. ഞാൻ പറയുന്നത് നിർബന്ധ ബുദ്ധിയില്ല, ഒരു ട്രാൻസിറ്റീവ് ആണ്. ഐഡന്റിറ്റി റിലേഷൻ ഈസ് ആൾസോ ഐഡന്റിറ്റി റിലേഷൻ is also transitive. Okay. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പറയാം. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചതെന്ന് ഒരു കാര്യം പറയാം. ഇതിനെക്കുറിച്ചൊരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ എ ക്രോസ് എ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റിലേഷൻ സിമെട്രിക്കും ട്രാൻസിറ്റീവും റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും. അപ്പം അടുത്തൊരു നോട്ട് ഒന്നെഴുതി കൂടി വീണ്ടും നോട്ട്. യൂണിവേഴ്സൽ റിലേഷൻ ഈ മൂന്നും കൂടി വരുന്ന പ്രശ്നമാണ്. യൂണിവേഴ്സൽ റിലേഷൻ ബ്രാക്കറ്റിൽ എ ക്രോസ് എ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇനി അടുത്ത ഐഡന്റിറ്റി റിലേഷൻ. റിലേഷൻ അറിയാലോ, അതിനായ എലമെന്റുകൾ മാത്രം റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു കേസ് മാത്രമേ. ഐഡന്റിറ്റി റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അടുത്ത the empty relation. Fine. The empty relation is the empty relation is
എംപ്റ്റി റിലേഷൻ സിമെട്രിക്കും ആണ് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല റിഫ്ലെക്സീവ് അല്ല. എംപ്റ്റി റിലേഷൻ ഈസ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. എംപ്റ്റി റിലേഷൻ ഈസ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. ഇതാ ഒരു റിലേഷൻ ചെക്ക് ചെയ്യാം. ഒരു റിലേഷൻ ഞാൻ പറയാം. ഏതൊരു സെറ്റ് എടുത്തു 1 2 3 4 ഏതൊരു സെറ്റാണ് 1 2 3 4 1 2 3 4 ആണ് ഏതൊരു സെറ്റ്. റിലേഷൻ ഞാൻ പറയാം. 1 1 2 2 3 3 4 4 അടുത്ത 1 2 2 1. ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ മൂന്നും കൂടി വരുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. 1 2 3 4 ആണ് അല്ലേ. 1 2 3 4 ആണെങ്കിൽ 1 1 2 പെട്ടെന്ന് മനസ്സുകൂടി വരണം. 1 1 2 2 3 3 4 4 അത് ആ 4 കേസുകൾ മസ്റ്റ് ആയിട്ടും റിഫ്ലെക്സീവ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടാവണം. 1 1 ഉണ്ട് 2 2 ഉണ്ട് 3 3 ഉണ്ട് 4 4 ബാക്കിയെ കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ അത് അവിടെ എന്താണ് റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് എന്ന് പറയുമ്പോൾ ഇത് മാത്രമായാലും സിമെട്രിക് ആണ്, പക്ഷെ എക്സ്ട്രാ പറഞ്ഞാൽ 1 2 ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ എന്ത് വേണം 2 1 വേണം. 1 2 ഉണ്ടെങ്കിൽ 2 1 വേണം. 1 2 ഉണ്ട് 2 1 ഉണ്ട് അപ്പോൾ സിമെട്രിക് ആണ്. ഇനി 1 2 ഉണ്ട് 2 1 ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആരും വേണം 1 1 വേണം. അപ്പോൾ 1 ഉണ്ട് അപ്പോൾ ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? ആർ ഈസ് റിഫ്ലെക്സീവ് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഈ 3 കേസുകളും വന്നാൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇതൊരു എങ്ങനെയുള്ള റിലേഷൻ ആണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇക്വലൻസ് റിലേഷൻ ആണ്. റിലേഷനാണ് ഇക്വലൻസ് റിലേഷൻ. ഇത്രയും മതി. ഓക്കെ.